എമ്പുരാൻ എന്ന സിനിമയിലൂടെ 2002 ഗുജറാത്ത് കലാപത്തിന് കാരണമായ ഗോദ്ര ഭീകരാക്രമണത്തെ വെളുപ്പിക്കാൻ ശ്രമിച്ചതു മുതൽ ഗോദ്ര സംഭവം വരെ കേരളത്തിൽ ഇപ്പോൾ ആകെ ചർച്ചാ വിഷയമാണ്. ഗുജറാത്തിൽ കലാപം തുടങ്ങുന്നത് ഗോദ്രയിൽ 2002 സബർമതി എക്സ്പ്രസ് ട്രെയിനിന് തീ വെച്ചതിനെ തുടർന്ന് ആ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന 27 സ്ത്രീകളും 10 കുട്ടികളും അടക്കം 59 സാധാരണക്കാർ പൊള്ളലേറ്റ് മരിക്കുകയും 48 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം മുതലാണ്. അതായത് നിരപരാധികൾക്ക് മേൽ ഒരു പ്രകോപനവുമില്ലാതെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ കയറി നിരപരാധികളായ 1200-ലധികം മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തതുപോലെ തന്നെയാണ് ഗോദ്രയിലെ ഭീകരാക്രമണവും. ഗോദ്രയിൽ കൊല്ലപ്പെട്ടവർക്കും മനുഷ്യാവകാശം ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. അവർക്കും മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഉണ്ടായിരുന്നു. അതോ ഹിന്ദുക്കൾ ആയതുകൊണ്ട് അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നാണോ പൃഥ്വിരാജ് സിനിമയിൽ പറയുന്നത്? അതോ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടാൽ മതേതരത്വം തകരാതിരിക്കേണ്ടതിന് അവർ കയ്യും കെട്ടി നോക്കിയിരിക്കണോ എന്നൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ഗോദ്രയെ തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപത്തിൽ 790 മുസ്ലിങ്ങളും 254 ഹിന്ദുക്കളും കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. വംശഹത്യയായിരുന്നെങ്കിൽ ഗുജറാത്തിൽ ഒറ്റ ഹിന്ദു പോലും കൊല്ലപ്പെടില്ലായിരുന്നു. ഒരു പ്രകോപനവും കൂടാതെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടു. അവർ തിരിച്ചടിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അത് കലാപമായി മാറിയപ്പോൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയായിരുന്നു. അതിനെയാണ് മുസ്ലിം വംശഹത്യ എന്ന് പറഞ്ഞ് കേരളത്തിൽ ഇരവാദം പറഞ്ഞ് പ്രചരിപ്പിച്ച് നിരപരാധികളെ അങ്ങോട്ട് വളഞ്ഞിട്ടാക്രമിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിനെ വംശഹത്യ എന്ന് പറഞ്ഞ് ഇരവാദം ഇറക്കുന്നത്. ലോകത്തെല്ലായിടത്തും ഇവരുടെ പരിപാടി ഇത് തന്നെയാണ്. ഇസ്രായേൽ കയറി 1200-ലധികം സാധാരണ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നു. കുഞ്ഞുങ്ങളെ കഴുത്തറുത്തു കൊന്നു. എന്നിട്ട് മൃതദേഹങ്ങളിൽ തുപ്പുകയും ചെയ്ത് ആഘോഷിച്ചു. മതേതര കേരളത്തിലും അന്ന് വലിയ ആഘോഷം തന്നെയായിരുന്നുവെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ ഞങ്ങളെ വംശഹത്യ നടത്തുന്നതെന്ന് പറഞ്ഞ് ഇരവാദം പറഞ്ഞ് മൂങ്ങുകയാണ്. ഇത് തന്നെയാണ് ഗുജറാത്തിൽ സംഭവിച്ചത്. കഴിഞ്ഞ ആഴ്ച നാഗപ്പൂരിലും ഇതുതന്നെയാണ് നടന്നത്. ഒരു പ്രകോപനവുമില്ലാത്ത ഹിന്ദുക്കളുടെ വീടുകളിലും കടകളും ആക്രമിച്ചു. അക്രമം തടയാനെത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ ലൈംഗികമായി വരെ ആക്രമിച്ചു. തിരിച്ചടി തുടങ്ങിയപ്പോൾ അവിടെയും ഇരവാദം മുഴക്കുകയായിരുന്നു. ഇനി ഗോദ്ര സംഭവത്തിലേക്ക് വന്നാൽ തന്നെ ട്രെയിൻ ആക്രമിച്ച് തീവെച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരപരാധികളായ 59 മനുഷ്യരെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് 11 തീവ്രവാദികൾക്ക് വധശിക്ഷയും 20 തീവ്രവാദികൾക്ക് ജീവപര്യന്തം തടവുമാണ് കോടതി വിധിച്ചത്. ഗുജറാത്ത് കലാപം അന്വേഷിച്ച ജസ്റ്റിസ് ജ്ഞാനാവതി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഗോദ്രയിൽ ട്രെയിനിന് തീയിട്ടത് പ്ലാൻഡ് കോൺസ്പിറസി ആയിരുന്നു എന്നാണ്. ഗോദ്രയിൽ ട്രെയിനിന് തീവെച്ച് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 59 സാധാരണക്കാരെ കൊലപ്പെടുത്തിയ തീവ്രവാദികളെ കോടതി ശിക്ഷിച്ചു. ആ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്നും അതിനെ തുടർന്നാണ് ഗുജറാത്ത് കലാപം എന്നും ജുഡീഷ്യൽ കമ്മീഷനും പറയുന്നു. എന്നിട്ടും ഇപ്പോഴും വംശഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള നാടകം കളിക്കുന്നത് എന്തിനാണ് പൃഥ്വിരാജ് എന്ന ചോദ്യവും ഉണ്ടാകുന്നു. ഗോദ്ര കലാപം ഒരു തരത്തിലും ചർച്ചയാകരുതെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും നിർബന്ധമുള്ള കാര്യമാണ്. അവർ പരമാവധി വെള്ളപൂശി അതിനൊരു മുസ്ലിം വംശഹത്യയാക്കി പ്രചരിപ്പിച്ചത് അവസാനിപ്പിച്ചതായിരുന്നു. അപ്പോഴാണ് പൃഥ്വിരാജ് ഒരു ആവശ്യവുമില്ലാതെ വീണ്ടും അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ കയറി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നതും സ്വാതന്ത്ര്യസമരമാണെന്ന് പറയുന്ന കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഗോദ്രയിൽ നിരപരാധികളെ ട്രെയിനിൽ ചുട്ടുകൊന്ന സംഭവത്തെയും ന്യായീകരിക്കാൻ മടി കാണിക്കില്ല. സിനിമ കണ്ട സംഗതികളെ സൂക്ഷ്മമായി വിലയിരുത്തുന്നവർ പറഞ്ഞു കേട്ട അഭിപ്രായം വെച്ചാണെങ്കിൽ എമ്പുരാൻ സിനിമയ്ക്ക് പ്രദർശനാനുമതി കൊടുത്തത് തന്നെ തെറ്റാണ്. സിനിമ കണ്ടവർ ആവർത്തിച്ചു പറയുന്ന ഗുജറാത്ത് കലാപവും ഗോദ്രയും മാത്രമല്ല ഇവിടുത്തെ വിഷയം. ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും അഖണ്ഡ ശക്തി മോർച്ച എന്ന പേരിൽ സംഘടനയെ പരിഹസിച്ചു എന്നൊക്കെയുള്ളത് മാറ്റിവെച്ചാൽ പോലും രാഷ്ട്രവിരുദ്ധമായ പലതും ഈ ചിത്രത്തിലുണ്ട്. ഒരു റെയ്ഡ് ആവശ്യത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ വിളിക്കുന്നതായി ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ശേഷം NIA IB ടീമുകൾ എത്തുന്നതായും ചിത്രത്തിൽ കാണിക്കുന്നു. ആ ഏജൻസികളുടെ ലോഗോ പോലും ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. കേവലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അപമാനിക്കുക മാത്രമായിരുന്നില്ല ഇതിലെ ഗൗരവ വിഷയം. എപ്പോഴും കൂടെ നടക്കുന്ന ഉയർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനെ ഹർത്താൽ ദിനത്തിൽ കാറിൽ വെച്ച് വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അജിത് ഡോവലിനോടുള്ള വൈരാഗ്യം ഇങ്ങനെയൊക്കെ കാണിച്ചു തീർക്കാമെന്ന് മാത്രം. എമ്പുരാൻ എന്ന ചിത്രം കേവലം ഹിന്ദുത്വത്തിന് എതിരെന്ന് നാം വാദിക്കുമ്പോൾ അതിന്റെ സൃഷ്ടാക്കൾ ഇപ്പോൾ ഊറിച്ചിരിക്കുന്നുണ്ടാകും. മോദിക്കും അമിത്ഷായ്ക്കും അജിത് ഡോവലിന് നേരെയുള്ള പരോക്ഷ ആക്രമണമായിട്ട് അതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനും എതിരെയുള്ള വരാൻ പോകുന്ന ഗൂഢാലോചനയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി പറയേണ്ടതുണ്ട്.